शङ्करपूजिते शारदे सर्वसहोदरि शारदे शङ्करपूजिते शारदे सर्वसहोदरि शारदे अभीष्टवरदे शारदे अल्पुदचरिते शारदे शृङ्गगिरिस्ते शारदे श्रुतिप्रतिपाद्ये शारदे शङ्करपूजिते शारदे सर्वसहोदरि शारदे। मङ्गलदायिनि शारदे सङ्गीतप्रिये शारदे मङ्गलदायिनि शारदे सङ्गीतप्रिये शारदे कामितवरदे शारदे कोमलचरणे शारदे कामितवरदे शारदे कोमलचरणे शारदे शङ्करपूजिते शारदे सर्वसहोदरि शारदे। സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു രാഗമാണ് സാരമതി എന്ന രാഗം. പക്ഷെ ഞാൻ അതിൽ ഒന്നും തന്നെ കാര്യമായിട്ട് പാടി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഈ ഒരു ഭജൻ ഏറെ കൊതിച്ചിട്ട് പാടാണ്. കാരണം സാരമതി രാഗം ഞാനിപ്പോൾ പാടിയ ഭജൻ ഐശ്വര്യ പന്തളം എന്ന ആർട്ടിസ്റ്റിന് സമർപ്പിക്കുകയാണ്. അതായത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം 2ാം ക്ലാസ് തൊട്ട് +2 വരെ ഞാൻ നിരന്തരം പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിരന്തരമായിട്ട് ഞങ്ങളുടെ മന്നത്ത് പത്മനാഭൻ്റെ മണ്ണിൽ NSSൻ്റെ ഒക്കെ കോമ്പറ്റീഷൻ നടക്കും, NSSൻ്റെ സ്കൂളുകളുടെ. അപ്പോൾ ആ സമയത്ത് ഐശ്വര്യ പന്തളം എന്ന കൂട്ടുകാരിയെ നിരന്തരം ഞങ്ങളെ മിക്ക പ്രോഗ്രാംസിനും ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ശ്രീ ഹരിഹര സുധാ പാലയമാം എന്ന പാട്ട് പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സാരമതി എന്ന രാഗത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ്റെയും ഫേവറേറ്റ് രാഗമാണ് സാരമതി. മോക്ഷമുഖലതാ. ഈ കീർത്തനങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ ഏറെ ആഗ്രഹമുണ്ട്. എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നൊരു രാഗമാണ് സാരമതി. സാരമതി എന്ന രാഗം എനിക്ക് കണക്റ്റിംഗ് ടു ദ അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഹൈ ആണ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് കേൾക്കുമ്പം. എനിക്ക് ഏറെ ഇഷ്ടമുള്ള രാഗമാണ്. പക്ഷേ കുറച്ച് പാടാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഭജൻ ഞാൻ ആ കുട്ടി എന്തെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഐശ്വര്യ പന്തളത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അധികം ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത രാഗമായതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഓക്കെ, ബൈ.